എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റിയാലിറ്റി ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന ഭീകരൻ ഒടുവിൽ ഇന്ത്യൻ ആർമിയിൽ ചേർന്ന് ഭീകരരുടെ പേടി സ്വപ്നമായി മാറിയ കഥ. ഇത് സിനിമാ കഥയല്ല, നസീർ അഹമ്മദ് വാണിയുടെ ചോര കൊണ്ടെഴുതിയ ചരിത്രം. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ തോക്കെടുത്ത് പോരാടാൻ ഇറങ്ങിയ കൈകൾ ഒടുവിൽ അതേ രാജ്യത്തിൻ്റെ സുരക്ഷയായി ജീവൻ നൽകി മാതൃകയായ കഥ. കാശ്മീരിലെ കുൽഗാമിൽ നിന്നും ഭാരതത്തിൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയ ലാൻസ് നായിക് നസീർ അഹമ്മദ് വാണിയുടെ ജീവിതം ആരെയും ത്രസിപ്പിക്കുന്നതാണ്. തൻ്റെ വഴി ഇതല്ലെന്ന് മനസ്സിലാക്കി അക്രമത്തിൻ്റെ പാത വെടിഞ്ഞ് അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി. പിന്നീട് കണ്ടത് രാജ്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു സിംഹത്തെയാണ്. ടെറിട്ടോറിയൽ ആർമിയുടെ 162 ബറ്റാലിയനിലെ ഏറ്റവും മികച്ച സൈനികനായി അദ്ദേഹം മാറി. കൊടും ഭീകരരെ വകവരുത്തുവാനുള്ള നിരവധി ഓപ്പറേഷനുകൾ അദ്ദേഹം മുൻനിരയിൽ നിന്നു. കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്കെതിരായ 17 പ്രധാന ഓപ്പറേഷനുകൾ അദ്ദേഹം പങ്കെടുക്കുകയും 30-ലധികം പാകിസ്ഥാൻ തീവ്രവാദികളെ കൊല്ലുകയും ചെയ്തു. ധീരതയ്ക്കുള്ള സേനാ മെഡൽ 2 തവണ അദ്ദേഹത്തെ തേടിയെത്തി. 2018 നവംബർ 25 ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലിൽ 6 ഭീകരർക്കെതിരെ അദ്ദേഹം നെഞ്ചുവിരിച്ചു നിന്നു. വെടിയുണ്ടകൾക്കിടയിലും സഹപ്രവർത്തകരെ സുരക്ഷിതരാക്കി 2 ഭീകരരെ വകവരുത്തി അദ്ദേഹം വീരമൃത്യു വരിച്ചു. ഒരു ഭീകരവാദിയിൽ നിന്നും രാജ്യത്തിൻ്റെ പരമോന്നത സമാധാനകാല ബഹുമതിയായ അശോക് ചക്ര ജേതാവിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ദൂരം ഒരു വലിയ പ്രായശ്ചിത്തത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും കഥയാണ്. അഹമ്മദ് വാണി, അങ്ങയുടെ ഓർമ്മകൾക്ക് മുൻപിൽ 1000 സല്യൂട്ട്. ഹാവ് എ നൈസ് ഡേ.